ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നത് ഒരു കുഷ്ഠരോഗിയുടെ മഹത്തായ വിശ്വാസവും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുമാണ്. അതുകൊണ്ട് തന്നെ ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയെ സമീപിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങളെ പറ്റിയെങ്കിലും ഈ കുഷ്ഠരോഗി ചിന്തിച്ചിരിക്കണം. ഒന്നാമതായിട്ട്, ഒരു കുഷ്ഠരോഗിക്കുള്ള സാമൂഹ്യ വിലക്ക്. അക്കാലത്ത് ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം പൊതുജനത മധ്യേ വരിക എന്നുള്ളത് നിയമലംഘനമാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാറ്റുന്നതിൽ ഒരു കുഷ്ഠരോഗിയായ അയാൾക്ക് ഒരിക്കലും കഴിയുകയില്ല. രണ്ടാമതായിട്ട്, ഒരു കുഷ്ഠരോഗിയോടുള്ള ജനത്തിൻ്റെ പ്രതികരണം. ഒരു കുഷ്ഠരോഗിയായ താൻ ഈശോയെ സന്ദർശിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊരിക്കലും അയാൾ ഊഹിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആളുകൾ തന്നെ നിന്ദിച്ചേക്കാം, ചിലപ്പോൾ ആട്ടിപ്പായിച്ചേക്കാം, അതുമല്ലെങ്കിൽ കല്ലെറിഞ്ഞേക്കാം. ഇവിടെയും ജനത്തിൻ്റെ പ്രതികരണത്തിൽ മാറ്റം വരുത്തുവാൻ ഈ കുഷ്ഠരോഗിക്കാവില്ല. മൂന്നാമതായിട്ട്, ഈശോയുടെ പ്രതികരണം. ഒരു കുഷ്ഠരോഗിയായ തന്നോട് ഈശോയുടെ പ്രതികരണം എന്തായിരിക്കും? ഈശോ തന്നെ അകറ്റി നിർത്തുന്നു, തന്നെ അവഗണിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഈ കുഷ്ഠരോഗി മറ്റെല്ലാവരെക്കാൾ വ്യത്യസ്തനാകുന്നത്. ഒരു കുഷ്ഠരോഗിയായ തന്നെ ഈശോ ഒരിക്കലും അകറ്റി നിർത്തില്ല, മറിച്ച് തന്നെ സൗഖ്യപ്പെടുത്തും എന്ന് ഈ കുഷ്ഠരോഗി ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ താണു വണങ്ങി അവിടുത്തെ ദൈവവുമായി ഏറ്റു പറഞ്ഞുകൊണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് ഈ കുഷ്ഠരോഗി പറഞ്ഞത്. ഈ കുഷ്ഠരോഗിയുടെ വിലയേറിയ ഈ വിശ്വാസത്തിന് ദൈവം നൽകിയ ഉത്തരവും വിലയേറിയതായിരുന്നു. ഈശോ അവൻ്റെ കുഷ്ഠം നിറഞ്ഞ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഇതൊരിക്കലും ഒരു ബാഹ്യമായ ശുദ്ധി മാത്രമല്ല, മറിച്ച് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവൻ്റെ ആന്തരിക മുറിവുകൾ കൂടി ഈശോ ഉണക്കിയിട്ടുണ്ടാവണം. എന്താണ് ഈ കുഷ്ഠരോഗിയുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത്? ഒന്നാമതായിട്ട്, ഈശോയെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുക, ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും കുറവുകളും വേദനകളും പ്രയാസങ്ങളുമെല്ലാം അവിടുത്തോട് സമർപ്പിക്കുക, ഈശോയോട് കൂടുതൽ അടുത്തു വരിക. നാം ഈശോയോട് ഒരു ചുവടെടുക്കുമ്പോൾ ഈശോ നമ്മോട് 2 ചുവടുകൾ എടുക്കും. വിശ്വാസത്തോടെ തന്നെ സമീപിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനാൽ സഹോദരരെ, നമുക്കും ഈശോയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ അവിടുത്തെ തൃക്കരങ്ങളെ സമർപ്പിക്കാം, അവനോട് ചേർന്നിരിക്കാം.